വളരെ നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മതങ്ങളുടെ കൊള്ളരുതായ്മകളെക്കുറിച്ച് പറയാനും മതങ്ങൾ മനുഷ്യരെ പറ്റിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിനും കൂടിയാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ കൂടുതലായി അതിൽ നിന്ന് പിന്മാറി നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ മതങ്ങൾ പ്രധാനപ്പെട്ട 3 മതങ്ങളും മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിലും മനുഷ്യരെ പരസ്പര ശത്രുക്കളാക്കുന്നതിലും തങ്ങളുടെ ദൈവങ്ങളാണ് ഏറ്റവും മനോഹരങ്ങളായ ദൈവം, മറ്റെല്ലാവരും മോശമാണെന്ന് പറയുന്നതിലും പ്രധാനപ്പെട്ട വഴി കണ്ടെത്തുന്നവരാണ്. അങ്ങനെ നിരന്തരം സമൂഹത്തിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മത സമൂഹങ്ങൾ മുഴുവൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അസഹിഷ്ണുരായ ചെറുപ്പക്കാരാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പിന്നെ അഡമൻ്റായ നിരീശ്വരവാദം എന്ന മറ്റൊരു വിശ്വാസത്തിലേക്ക് പോവുകയാണ്. മനസ്സിലായി? അതിനപ്പുറത്തേക്ക് വിശാലമായ സ്ഥലികളുണ്ട്, വലിയ ഒരു ഇടം, ബാൻവിത്ത് നമുക്കിടയിൽ ഉണ്ട് എന്ന്, ഇതിനെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു പാളിച്ച